ഹലോ ഫ്രണ്ട്സ്, ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഡയറി ഫാം ഇൻസ്ട്രക്ടർ വിജ്ഞാപനം നമുക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു പരീക്ഷയുടെ കൂടുതൽ ഡീറ്റെയിൽസും എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്, സിലബസിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് അനാലിസിസുമാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഈ ഒരു എക്സാമിന്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കേരള ഡയറി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡയറി ഫാം ഇൻസ്ട്രക്ടർ പോസ്റ്റിലേക്കാണ് നിയമനം നടക്കുന്നത്. 35,500 600 രൂപ മുതൽ 75,400 രൂപ വരെ സാലറി സ്കെയിൽ പ്രതീക്ഷിക്കാവുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് നടക്കുന്നത്. 19 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഏജ് ലിമിറ്റിലുള്ളവർക്കാണ് അപേക്ഷിക്കാമായിരുന്നത്. പക്ഷേ ഏജ് ഇപ്പോ 40 വയസ്സിലേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമ്പർ ഓഫ് വേക്കൻസീസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആന്റിസിപ്പേറ്റഡ് നമ്പർ ഓഫ് വേക്കൻസീസ് ആണ് കേട്ടോ. ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആണല്ലോ. അപ്പൊ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് പരിശോധിച്ചാല് നിങ്ങൾക്ക് ഒരു ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ ഗ്രാജുവേഷനിൽ നിങ്ങൾക്ക് മാത്തമാറ്റിക്സോ അല്ലെങ്കിൽ ബയോളജിയോ നിങ്ങൾ പ്രീ ഡിഗ്രി കോഴ്സിന് പഠിച്ചിരിക്കണം. ഓക്കെ, അത്തരത്തില് നിങ്ങൾക്കൊരു ഗ്രാജുവേറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പോസ്റ്റിലേക്ക് ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് മുൻ വർഷത്തെ ഈ ഒരു പരീക്ഷയുടെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് പരിശോധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രീവിയസ് എക്സാമിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ 691/2022 ആയിരുന്നു. 2022 നോട്ടിഫിക്കേഷൻ വന്നത്. എക്സാം നടന്നത് 16/12/2023 ഓക്കെ, മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് 254 കാൻഡിഡേറ്റ്സ് ആണ്. ഡേറ്റ് ഓഫ് എഫക്ട് ഓഫ് റാങ്ക് ലിസ്റ്റ് 5/12/2024 കട്ട് ഓഫ് മാർക്ക് എന്ന് 63 മാർക്കായിരുന്നു. ടോപ്പ് മാർക്കായിട്ട് മാക്സിമം മാർക്ക് സ്കോർ ചെയ്തത് 87 മാർക്കാണ്. ഓക്കെ, ഇന്റർവ്യൂവിന് ലഭിച്ച മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 13 മാർക്കുമാണ്. ലാസ്റ്റ് അഡ്വൈസ് നടന്നത് 20/1/2026 ഇതുവരെ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്നും 60ഓളം അഡ്വൈസുകൾ നടന്നിട്ടുണ്ട്. ഈ ഒരു റാങ്ക് ലിസ്റ്റ് 4/12/2027 എക്സ്പയർ ആവുകയും ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, അടുത്തത് ഈ ഒരു പരീക്ഷയുടെ സിലബസ്, അതായത് എന്തൊക്കെയാണ് ഈ ഒരു പരീക്ഷയ്ക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഇനി നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. പ്രധാനമായിട്ടും 5 ഭാഗങ്ങളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, ഓരോ പാർട്ടിൽ നിന്നും 20 മാർക്കിന് വീതം. അങ്ങനെ ആകെ 100 മാർക്കിന്റെ OMR എക്സാം ആണ് നടക്കാനിരിക്കുന്നത്. അതിന് ഫസ്റ്റ് പാർട്ട് വരുന്നത് ഫിസിക്സ് ആണ്. അതിനുശേഷം കെമിസ്ട്രി പഠിക്കണം, ബയോളജി പഠിക്കണം, മാത്തമാറ്റിക്സ് പഠിക്കണം, ഡയറി സയൻസ് പഠിക്കണം. അപ്പൊ ഈ ഓരോ പാർട്ടിൽ നിന്നും അല്ലെങ്കിൽ ഈ ഓരോ മൊഡ്യൂളിൽ നിന്നും നിങ്ങൾക്ക് 20 മാർക്കിന്റെ ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഡീറ്റെയിൽഡ് സിലബസ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫിസിക്സ്, ഫസ്റ്റ് പാർട്ട് ഫിസിക്സ് ആണല്ലോ. അപ്പൊ ഫിസിക്സില് ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ 1 മാർക്കിന്റെ ചോദ്യം ആ ഒരു ഭാഗത്തു നിന്ന് വരും. അതുപോലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്, അതിൽ നിങ്ങൾ പഠിക്കേണ്ടത് SI സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്, കൺവേർഷൻ ഓഫ് 1 യൂണിറ്റ് ടു അനദർ, ഒരു യൂണിറ്റിനെ മറ്റൊരു യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് അറിയണം. ഡയമെൻഷണൽ അനാലിസിസ്, ഇത്രയും ഭാഗമാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. 1 മാർക്കിന്റെ ചോദ്യമാണ് അവിടെ നിന്ന് വരുന്നത്. അടുത്തത് മോഷൻ എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ, അതാണ് അടുത്ത നമ്മൾ പഠിക്കേണ്ട ടോപ്പിക്. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, 1D മോഷൻ. അതിൽ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് അറിയുക, സ്പീഡ് ആൻഡ് വെലോസിറ്റി എന്താണെന്ന് അറിയുക, ആക്സിലറേഷനെ പറ്റി അറിയുക, 1 മാർക്കിന്റെ ചോദ്യമാണ്. ഓക്കെ, അടുത്തത് മോഷൻ ഇൻ എ പ്ലെയിൻ, വീണ്ടും 1 മാർക്കിന്റെ ചോദ്യമാണ് ആ ഒരു ഭാഗത്ത് നിന്നും വരുന്നത്. നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ടോപ്പിക്സ് സ്കേലാർസ് ആൻഡ് വെക്ടേഴ്സ് എന്താണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, പ്രൊജക്ടൈൽ മോഷൻ, അതുപോലെ സെൻട്രിപിറ്റൽ ഫോഴ്സ്, ഇത്രയും ഭാഗമാണ് അവിടുന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ലോസ് ഓഫ് മോഷൻ ആണ് നമ്മുടെ അടുത്ത ഭാഗം. ലോസ് ഓഫ് മോഷനിൽ നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ആൻഡ് ഇനേർഷ്യ, സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആൻഡ് ഫോഴ്സ്, റീക്വൽ വെലോസിറ്റി ആൻഡ് റോക്കറ്റ് പ്രൊപ്പൽഷൻ, ഫ്രിക്ഷൻ ആൻഡ് ബാങ്കിങ് ഓഫ് കർവ്സ് എന്നീ ടോപ്പിക്സ് ആണ് നമ്മൾ അവിടെ പഠിക്കേണ്ടതായിട്ടുള്ളത്. 1 മാർക്കിന്റെ ചോദ്യമാണ് അവിടെ നിന്ന് വരുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് വർക്ക് എനർജി ആൻഡ് പവർ ആണ് അടുത്ത ടോപ്പിക്. വർക്ക് എനർജി ആൻഡ് പവറിൽ വർക്ക് എനർജി തിയറം, എനർജി, കൈനറ്റിക് ആൻഡ് എനർജിയിൽ നമ്മൾ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജീസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, പവർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. മാർക്ക് 1 മാർക്കാണ്. അപ്പൊ ഇവിടുന്ന് 1 മാർക്കിന്റെ വെയിറ്റേജിനാണ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നത്. അടുത്തത് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആണ് നമ്മൾ അടുത്ത പഠിക്കേണ്ടതായിട്ടുള്ള ടോപ്പിക്. മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്, അവിടെ നമ്മൾ സ്ട്രെസ്, സ്ട്രെയിൻ, ഈ 2 കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക, സ്ട്രെസ്സും സ്ട്രെയിനും.
ഓക്കെ, ഒരു മാർക്കിന്റെ ചോദ്യം അവിടുന്ന് പ്രതീക്ഷിക്കാം. അടുത്തത് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് ആണ്. ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടിരിക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് പാസ്കൽസ് ലോ എന്താണെന്ന് അറിഞ്ഞിരിക്കുക, ബെർണോളിസ് തിയറം, സർഫസ് ടെൻഷൻ, വിസ്കോസിറ്റി, കാപ്പിലാരിറ്റി. ഇത്രയും ഭാഗമാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഒരു മാർക്കിന്റെ ചോദ്യം. അടുത്തത് ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് ആണ് അടുത്ത ടോപ്പിക്. അവിടെ ടെമ്പറേച്ചർ, മെഷർമെന്റ് ഓഫ് ടെമ്പറേച്ചർ, കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ, ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്, ഹീറ്റ് എഞ്ചിൻ ആൻഡ് റെഫ്രിജറേറ്റർ എന്നീ ടോപ്പിക്സ് ആണ് തെർമോഡൈനാമിക്സിൽ, ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സിൽ നമ്മൾ കവർ ചെയ്യേണ്ടതായിട്ടുള്ള സബ് ടോപ്പിക്സ് എന്ന് പറയുന്നത് സിലബസിൽ ഒരു മാർക്കിന്റെ ചോദ്യമാണ്. ഇനി ഓസിലേഷൻസ് നമ്മൾ പഠിച്ചിരിക്കണം. ഓസിലേഷൻസിൽ പീരിയോഡിക് ആൻഡ് നോൺ പീരിയോഡിക് മോഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കുക, ടൈം പീരീഡ് ആൻഡ് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കുക, സിമ്പിൾ പെൻഡുലത്തിനെ പറ്റി അറിഞ്ഞിരിക്കുക. എല്ലായിടത്തു നിന്നും ഒരു മാർക്കിന്റെ ചോദ്യം. ഓക്കെ, ഇനി അടുത്തത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിൽ പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ്, അതിൽ കൂളംസ് ലോ, ഗോസ് തിയറം എന്നിവ അറിഞ്ഞിരിക്കുക, ഒരു മാർക്കിന്റെ ചോദ്യം. അടുത്തത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ടോപ്പിക് ആണ്. അതും ഒരു മാർക്കിന്റെ വെയിറ്റേജ് ആണുള്ളത്. ഈ ഓരോ ടോപ്പിക്കിൽ നിന്നും ഒരു മാർക്കിന്റെ വെയിറ്റേജിനാണ് കേട്ടോ ഫിസിക്സിലെ ക്വസ്റ്റ്യൻ വരുന്നത്. എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണെന്ന് അറിഞ്ഞിരിക്കണം, കപ്പാസിറ്റൻസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം, കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഒരു മാർക്കിന്റെ ചോദ്യമാണ് നമുക്ക് ഇവിടെ നിന്നും പ്രതീക്ഷിക്കാവുന്നത്. അടുത്തത് കറന്റ് ഇലക്ട്രിസിറ്റി ആണ് അടുത്ത ഒരു ടോപ്പിക്. അവിടെ ഡെഫിനിഷൻ ഓഫ് കറണ്ട്, ഡ്രിഫ്റ്റ് വെലോസിറ്റി, ഓംസ് ലോ, റെസിസ്റ്റൻസ്, കിർച്ചോഫ്സ് ലോ എന്നീ ടോപ്പിക്സ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. നെക്സ്റ്റ് മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് കറന്റ് ആൻഡ് മാഗ്നറ്റിസം, അതാണ് അടുത്ത ടോപ്പിക്. അവിടെ മോഷൻ ഓഫ് ചാർജ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരലൽ വയേഴ്സ്, മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ, എർത്ത് മാഗ്നറ്റിസം, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആൻഡ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ, ഫെറോ, ഫെറി, ആന്റിഫെറോ, അങ്ങനെ കുറെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ടോപ്പിക്സും നമ്മൾ അറിഞ്ഞിരിക്കുക. അടുത്തത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് അടുത്ത നമ്മുടെ ടോപ്പിക്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, അവിടെ ഫാരഡേസ് ലോ, സെൽഫ് ഇൻഡക്ഷൻ, മ്യൂച്വൽ ഇൻഡക്ഷൻ, ട്രാൻസ്ഫോമർ, ഇത്രയും ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആൻഡ് എ സി ജനറേറ്റർ, ഒരു മാർക്കിന്റെ ചോദ്യം അവിടെ നിന്ന് വരും. ഓക്കെ, എ സി ജനറേറ്ററും എന്താണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ടും അത് അറിഞ്ഞിരിക്കുക, ഒരു മാർക്കിന്റെ ചോദ്യം. അടുത്തത് ഒപ്റ്റിക്സ് ആണ്. ഒപ്റ്റിക്സിലെ റേ ഒപ്റ്റിക്സും വേവ് ഒപ്റ്റിക്സും രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു മാർക്കിന്റെ ചോദ്യം ചോദിക്കുന്നത്. അപ്പോ അതില് റേ ഒപ്റ്റിക് രണ്ടിലും കൂടെ നമ്മൾ കവർ ചെയ്യേണ്ട ടോപ്പിക്സ് എന്ന് പറയുന്നത് റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, ഇന്റർഫെറൻസ്, ഡിഫ്രാക്ഷൻ ആൻഡ് പോളറൈസേഷൻ. ഇത്രയും ഭാഗങ്ങളാണ് അവിടെ നിന്നും നമ്മൾ കവർ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അടുത്തത് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ, അതാണ് അടുത്ത ടോപ്പിക്. ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ, അവിടെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റും ഡി ബ്രോഗ്ലീസ് വേവ്സും മാത്രം നമ്മൾ പഠിച്ചാൽ മതി. അറ്റോമിക് ന്യൂക്ലിയേ, അവിടെ നമ്മൾ മാസ് നമ്പർ എന്താണെന്ന് പഠിക്കണം, അറ്റോമിക് നമ്പർ എന്താണെന്ന് പഠിക്കണം, മാസ് ഡിഫെക്ട് ആൻഡ് ബൈൻഡിങ് എനർജി, റേഡിയോ ആക്ടിവിറ്റി, ന്യൂക്ലിയർ ഫിഷൻ ആൻഡ് ന്യൂക്ലിയർ ഫ്യൂഷൻ, ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് അവിടെ കവർ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് ആണ്. അവിടെ സെമി കണ്ടക്ടേഴ്സിൽ നമ്മൾ ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്, റെക്ടിഫയേഴ്സ്, ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് ഡിജിറ്റൽ ഗേറ്റ്സ് എന്നിവയാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ കെമിസ്ട്രി. അപ്പൊ ഫിസിക്സിൽ ഇത്രയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഫിസിക്സിൽ 20 മൊഡ്യൂളാണുള്ളത്. ഓക്കെ, ഫിസിക്സ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിൽ നമ്മൾ 20 മൊഡ്യൂള് കവർ ചെയ്യണം. ഓരോ മൊഡ്യൂളിനും ഓരോ മാർക്കിന്റെ വെയിറ്റേജ് ആണ് നൽകിയിട്ടുള്ളത്. ഇനി അടുത്തത് കെമിസ്ട്രി ആണ്. കെമിസ്ട്രി 20 മൊഡ്യൂളൊന്നുമില്ല, കുറച്ച് മൊഡ്യൂളേ ഉള്ളൂ. അപ്പൊ മാർക്ക് അതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അതിൽ ഒന്നാമത്തെ ഭാഗം സ്ട്രക്ചർ ഓഫ് ആറ്റം ആണ്. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിന്ന് ഒരു മാർക്കിന്റെ ചോദ്യമേ ഉള്ളൂ. അവിടെ നമ്മൾ പഠിക്കേണ്ട ടോപ്പിക്സ് അത് മനസ്സിലാക്കിയിരിക്കുക. പഠിക്കേണ്ട ടോപ്പിക്സ് എന്ന് പറയുന്നത് ഡിസ്കവറി ഓഫ് സബറ്റോമിക് പാർട്ടിക്കിൾസ്, പ്രോട്ടോൺസ്, ഇലക്ട്രോൺസ്, ന്യൂട്രോൺസ്, ഇതിന്റെ മൂന്നിന്റെയും ഡിസ്കവറി. അറ്റോമിക് മോഡൽസ് മനസ്സിലാക്കിയിരിക്കുക. ഡെവലപ്മെന്റ്സ് ലീഡിംഗ് ടു ബോർസ് മോഡൽ ഓഫ് ആറ്റം അറിഞ്ഞിരിക്കണം. ബോർസ് മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം അറിഞ്ഞിരിക്കണം. ഓക്കെ, അതില് ബോർസ് മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം എങ്ങനെ അതിലേക്ക് വന്നു, അതിന്റെ പോസ്റ്റ്ലേറ്റ്സ് എന്താണ്, അതിന്റെ സ്പെക്ട്ര തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം അറിഞ്ഞിരിക്കാം. അത് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം അറിഞ്ഞിരിക്കണം. ഓക്കെ, അതിൽ ക്വാണ്ടം നമ്പേഴ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം അതിലേക്ക് നയിച്ച കാര്യങ്ങൾ. ഓക്കെ, 2 കാര്യങ്ങളാണ് അതിലേക്ക് നയിച്ചത്, ഡ്യുവൽ നേച്ചറും അതുപോലെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും. അപ്പൊ അതിന്റെ പാത്ത് വേ, അത് എന്താണ് അതിലേക്ക് നയിച്ചത്, അതുപോലെ ആ മോഡൽ എന്താണ്, ഇത്രയും കാര്യങ്ങളാണ്
സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അടുത്ത രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ ആണ്. കംപ്ലീറ്റ്ലി തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ക്വസ്റ്റ്യൻസ് ന്യൂമറിക്കൽസ് ആയിട്ടൊന്നും നമുക്ക് ഇവിടെ നിന്ന് വരത്തില്ല. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് പോസൽ ലൂയിസ് അപ്രോച്ച് ടു കെമിക്കൽ ബോണ്ടിങ്. ഓക്കെ, പഠിക്കേണ്ട ടോപ്പിക് ആണ്. അടുത്തത് അയോണിക് ഓർ ഇക്വലന്റ് ബോണ്ട് എന്താണെന്ന് പഠിക്കുക. ബോണ്ട് പാരാമീറ്റേഴ്സ് അറിഞ്ഞിരിക്കുക. ഓക്കെ, ബോണ്ട് പാരാമീറ്റേഴ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ബോണ്ട് ഓർഡർ, ബോണ്ട് ലെങ്ത്, ഇതെല്ലാം ബോണ്ട് പാരാമീറ്റേഴ്സ് ആണ്. ബോണ്ട് ആംഗിള്, ബോണ്ട് എനർജി, ഇത്തരത്തിലുള്ള ബോണ്ട് പാരാമീറ്റേഴ്സും അതെങ്ങനെ മീൻസ് കോമ്പറ്റേറ്റീവ് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ്. അതെങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഈ ഒരു ബോണ്ട് ഓർഡർ കമ്പയർ ചെയ്യാൻ. ഓക്കെ, അപ്പൊ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ചിലതിൽ വ്യത്യാസം വരും. അതെങ്ങനെയൊക്കെയാണ് വ്യത്യാസം വരുന്നത്? റെസൊണൻസും ബോണ്ട് ഓർഡറും തമ്മിലുള്ള ബന്ധം എന്താണ്, അല്ലെങ്കിൽ ബോണ്ട് ലെങ്തും തമ്മിലുള്ള ബന്ധം എന്താണ്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ധാരാളമായിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. കമ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ. അതുപോലെ വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി, നമ്മൾ VSEPR തിയറി എന്ന് ചുരുക്കി വിളിക്കുന്ന വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി, വാലൻസ് ബോണ്ട് തിയറി, ഹൈബ്രിഡൈസേഷൻ, മോളിക്കുലാർ ഓർബിറ്റൽ തിയറി, ബോണ്ടിങ് ഇൻ സം ഹോമോന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾസ്, അതുപോലെ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇത്രയും ടോപ്പിക്സ് ആണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അപ്പൊ ഈ മോളിക്കുലർ ഓർബിറ്റൽ തിയറി ഒക്കെ കുറച്ച് വലിയ ടോപ്പിക്സ് ആണ്. കുറച്ച് കാര്യങ്ങൾ അവിടെ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെയും നമുക്ക് 1 മാർക്കിന്റെ വെയിറ്റേജിനാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. 1 മാർക്കേ ഉള്ളൂ ഈ ഒരു ഭാഗത്ത് നിന്നും. ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഇക്വിലിബ്രിയമാണ്. ഇക്വിലിബ്രിയത്തിന്റെ പ്രത്യേകത, 2 ടൈപ്പ് ഓഫ് ഇക്വിലിബ്രിയം ഉണ്ട്. ഫിസിക്കൽ ഇക്വിലിബ്രിയം ഉണ്ട്, കെമിക്കൽ ഇക്വിലിബ്രിയം ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇക്വേഷൻസും കുറച്ച് കാര്യങ്ങളും പ്രിൻസിപ്പിളുകളും ഒക്കെ ഉണ്ട്. അപ്പോ ഇക്വിലിബ്രിയത്തിൽ നിന്ന് 2 മാർക്കിനാണ് നിങ്ങൾക്ക് ചോദ്യം പ്രതീക്ഷിക്കാവുന്നത്. ഓക്കെ, ഇക്വിലിബ്രിയത്തിൽ നിന്നും 2 മാർക്കിന് നിങ്ങൾക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ അവിടെ നമ്മൾ കവർ ചെയ്യേണ്ടതായിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം ഇൻ ഫിസിക്കൽ പ്രോസസ്, ഫിസിക്കൽ ഇക്വിലിബ്രിയം അറിഞ്ഞിരിക്കുക. കെമിക്കൽ പ്രോസസ്, അതിൽ ഡൈനാമിക് ഇക്വിലിബ്രിയം എന്താണ്. ഓക്കെ, ഇനി ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്താണ്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എങ്ങനെ കണ്ടുപിടിക്കും, അതിനൊരു എക്സ്പ്രഷൻ ഉണ്ട്. അപ്പൊ അതെല്ലാം മനസ്സിലാക്കിയിരിക്കുക. ഹോമോജിനസും ഹെട്രോജിനസ് ഇക്വിലിബ്രിയം തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള വ്യത്യാസം. ഇനി ആപ്ലിക്കേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KC നമുക്ക് എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാം, എവിടെയൊക്കെയാണ് അതിന് ആപ്ലിക്കേഷൻ ഉള്ളത്. അതുപോലെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, റിയാക്ഷൻ കോൺസ്റ്റന്റ് ആൻഡ് ഗിബ്സ് എനർജി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇത്. ഓക്കെ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, റിയാക്ഷൻ കോൺസ്റ്റന്റ്, ഗിബ്സ് ഫ്രീ എനർജി തുടങ്ങിയ കാര്യങ്ങൾ. ഇനി അതുപോലെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇക്വിലിബ്രിയം എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഇതെല്ലാമാണ് ഇക്വിലിബ്രിയത്തിൽ നിന്ന് പഠിക്കാനുള്ള ടോപ്പിക്. ഓക്കെ, ഇനി അടുത്തത് അയോണിക് ഇക്വിലിബ്രിയ ഇൻ സൊല്യൂഷൻ. അപ്പോ കെമിക്കൽ ഇക്വിലിബ്രിയം കഴിഞ്ഞു, ഇനി അടുത്ത അയോണിക് ഇക്വിലിബ്രിയം ആണ്. അയോണിക് ഇക്വിലിബ്രിയത്തിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ആസിഡ്സ്, ബേസസ്, സോൾട്സ്, ഇവരൊക്കെ എന്താണ് അറിഞ്ഞിരിക്കുക. അതുപോലെ അയോണൈസേഷൻ ഓഫ് ആസിഡ്സ് ആൻഡ് ബേസ്, ഇവിടെയാണ് സ്ട്രോങ് ആസിഡ്, വീക്ക് ആസിഡ് ക്ലാസിഫിക്കേഷൻസ് ഒക്കെ വരുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബഫർ സൊല്യൂഷൻസ്, അതുപോലെ സോലബിലിറ്റി ഇക്വിലിബ്രിയ ഓഫ് സ്പാരിംഗ്ലി സോല്യൂബിൾ സോൾട്സ്. ഇത്രയും കാര്യങ്ങളാണ് അയോണിക് ഇക്വിലിബ്രിയയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് ഓർഗാനിക് കെമിസ്ട്രി. ഓർഗാനിക് കെമിസ്ട്രിയിലെ ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സിൽ നിന്ന്, ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് ഒരുപാട് ഭാഗമുണ്ട് നമുക്ക് പഠിക്കാൻ. ആൽക്കഹോൾസ്, ഫിനോൾസ് ഉണ്ട്, കാർബോക്സിലിക് ആസിഡ്സ് ഉണ്ട്, അങ്ങനെ കുറെ ഭാഗമുണ്ട്. അപ്പൊ അതെല്ലാം ഓർഗാനിക് കെമിസ്ട്രി തന്നെയാണ്. അപ്പൊ അതില് ഓർഗാനിക് കെമിസ്ട്രിയുടെ ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ടോപ്പിക്സ് ഇത്രയുമാണ്. 2 മാർക്കാണ് കേട്ടോ അതിന്റെ വെയിറ്റേജ്. അപ്പൊ നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്, അതിന്റെ ജനറൽ ഇൻട്രൊഡക്ഷൻ, കാർബണിന്റെ ടെട്രാ വാലൻസി, അത് വെച്ചിട്ട് ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ ഷേപ്പ്, സ്ട്രക്ചറൽ റെപ്രസെന്റേഷൻ. ഓക്കെ, പലതരത്തിലുള്ള സ്ട്രക്ചറൽ റെപ്രസെന്റേഷൻ ഉണ്ട്. കംപ്ലീറ്റ് സ്ട്രക്ചർ ഉണ്ട്, കണ്ടൻസ്ഡ് സ്ട്രക്ചറൽ ഫോർമുല ഉണ്ട്, ഡാഷ് വെഡ്ജ് ഫോർമുല ഉണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങൾ. ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് അറിഞ്ഞിരിക്കുക. നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് അറിഞ്ഞിരിക്കുക. ഐസോമെറിസം അറിഞ്ഞിരിക്കുക. മെത്തേഡ്സ് ഓഫ് പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, ഓർഗാനിക് കോമ്പൗണ്ട്സിനെ പ്യൂരിഫൈ ചെയ്യുന്ന രീതികൾ. അതുപോലെ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. ഇത്രയും കാര്യങ്ങളാണ് അവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ സൊല്യൂഷൻസ്. സൊല്യൂഷൻസും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മോഡ്യൂൾ ആണ്. 2 മാർക്കിന്റെ വെയിറ്റേജ് ആണ് സൊല്യൂഷൻസിനും ഉള്ളത്. അപ്പൊ സൊല്യൂഷൻസിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ: ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ്, എക്സ്പ്രസിംഗ് ദ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻസ്, സോലിബിലിറ്റി, വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് സൊല്യൂഷൻസ്, ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ, colligative properties and determination of molar mass, abnormal molar mass.
ഇത്രയും കാര്യങ്ങളാണ് സൊല്യൂഷൻസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി അടുത്ത മൊഡ്യൂൾ എന്ന് പറയുന്നത് കെമിക്കൽ കൈനറ്റിക്സ് ആണ്. വീണ്ടും കെമിക്കൽ കൈനറ്റിക്സിൽ നിന്നും 2 മാർക്കിന്റെ ചോദ്യമാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അവിടെ നമ്മൾ പഠിക്കേണ്ടത് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് റേറ്റ് ഓഫ് റിയാക്ഷൻ ആൻഡ് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. ഇത്രയും ടോപ്പിക്സ് അറിഞ്ഞിരിക്കുക. അതോടൊപ്പം ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ, കൊളീഷൻ തിയറി ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് എന്നിവ അറിഞ്ഞിരിക്കണം. അതുപോലെ അടുത്ത ഓർഗാനിക്കിലെ ഭാഗമാണ് ആൽക്കഹോൾസ്, ഫീനോൾസ്. ഓക്കെ, ആൽക്കഹോൾസ്, ഫീനോൾസ് എന്ന് പറയുന്ന അടുത്ത മൊഡ്യൂളിൽ നിന്നും 3 മാർക്കിന്റെ ചോദ്യമാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ടോപ്പിക്സ് അതിന്റെ ക്ലാസിഫിക്കേഷൻ, നോമൻക്ലേച്ചർ, സ്ട്രക്ചർ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്, ആൽക്കഹോൾസ് ആൻഡ് ഫീനോൾസ്, കുറച്ച് കൊമേഴ്ഷ്യലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൽക്കഹോൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് അവ എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, അടുത്തത് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് ആണ്. 2 മാർക്കിന്റെ വെയിറ്റേജ് ആണ് ഈ ഒരു ഭാഗത്ത് നിന്നുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് നോമൻക്ലേച്ചർ ആൻഡ് സ്ട്രക്ചർ ഓഫ് കാർബണൈൽ ഗ്രൂപ്പ്, പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, കെമിക്കൽ റിയാക്ഷൻസ്, യൂസസ് ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്, നോമൻക്ലേച്ചർ ആൻഡ് സ്ട്രക്ചർ ഓഫ് കാർബോക്സിൽ ഗ്രൂപ്പ്, മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് കാർബോക്സിലിക് ആസിഡ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ്, യൂസസ് ഓഫ് കാർബോക്സിലിക് ആസിഡ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അവിടെ അതിൽ അറിഞ്ഞിരിക്കണം. ഇനി അടുത്തത് വളരെ വെയിറ്റേജ് കൂടിയിട്ടുള്ള ഒരു ഭാഗമാണ് ബയോമോളിക്യൂൾസ്. ഓക്കെ, അത് നമ്മൾ ആ ഒരു റിവിഷൻ ക്ലാസ് അല്ലെങ്കിൽ ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നടന്നപ്പോൾ നമ്മൾ കണ്ടു. ഓക്കെ, 4 ക്വസ്റ്റ്യൻസ് ആണ് ബയോമോളിക്യൂൾസ് എന്ന് ചോദിച്ചത്. ഓക്കെ, അത് 4 ഡയറക്റ്റും ആയിരുന്നു. അപ്പൊ ബയോമോളിക്യൂൾസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, എൻസൈംസ്, വൈറ്റമിൻസ്, ന്യൂക്ലിക് ആസിഡ്, ഹോർമോൺസ്. ഇത്രയാണ് ടോപ്പിക്. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ ഇതാണ് കെമിസ്ട്രിയിൽ നമുക്ക് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് അടുത്ത സബ്ജക്റ്റിലേക്ക് പോകാം. അടുത്ത സബ്ജക്ട് ബയോളജിയാണ്. ബയോളജി നമുക്കറിയാം, സുവോളജി ഉണ്ട്, ബോട്ടണി ഉണ്ട്. ഓക്കെ, അപ്പൊ ബോട്ടണിയിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇനി നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ബോട്ടണിയിൽ നമുക്ക് റീപ്രൊഡക്ഷൻ ടോട്ടൽ 2 മാർക്കിനാണ്. റീപ്രൊഡക്ഷൻ, ഫ്ലവറിംഗ് പ്ലാന്റ്സ്, അങ്ങനെ 2 മാർക്കിനാണ് ആ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അവിടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഞാനിപ്പോ പറഞ്ഞ പോലെ അതിൽ ഫ്ലവർ സ്ട്രക്ചർ, പോളിനേഷൻ, അതിന്റെ ടൈപ്സ്, പോളിനേഷന് സഹായിക്കുന്ന ഏജൻസീസ് ഏതൊക്കെ, എക്സാമ്പിൾസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ, ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ്, ഡബിൾ ഫെർട്ടിലൈസേഷൻ, സ്പെഷ്യൽ മോഡ്സ്, അതിൽ അപ്പോമിക്സിസ്, പാർത്തനോകാർപ്പി ആൻഡ് പോളി എംബ്രിയോണി. ഇത്രയും കാര്യങ്ങളാണ് അവിടെ അറിഞ്ഞിരിക്കേണ്ടത് റീപ്രൊഡക്ഷൻ. ഓക്കെ, ഇനി അടുത്തത് ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ആണ്. 2 മാർക്കിന്റെ ചോദ്യങ്ങളാണ് അവിടെ ഉള്ളത്. അവിടെ നമുക്ക് പഠിക്കേണ്ട ടോപ്പിക് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് ഓഫ് ബയോടെക്നോളജി. അതില് ടൂൾസ് ഓഫ് റീകോംബിനന്റ് DNA ടെക്നോളജി, റെസ്ട്രിക്ഷൻ എൻസൈംസ്, ക്ലോണിംഗ് വെക്ടേഴ്സ്, ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് യൂസിങ് PCR. ഇത്രയും കാര്യങ്ങളാണ് അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി 3ാമത്തെ ഭാഗം ആപ്ലിക്കേഷൻസ് ഓഫ് ബയോടെക്നോളജി ഇൻ ഹെൽത്ത് ആൻഡ് അഗ്രികൾച്ചർ ആണ്. അവിടെ നമ്മൾ ആപ്ലിക്കേഷൻസ് ഇൻ അഗ്രികൾച്ചർ, അതിൽ BT കോട്ടൺ, പെസ്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റ്സ്, RNA ഇന്റർഫറൻസ് അല്ലെങ്കിൽ RNAi, പിന്നെ ഹ്യൂമൻ ഇൻസുലിൻ, ജീൻ തെറാപ്പി, ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം അല്ലെങ്കിൽ നമ്മൾ GMO എന്നൊക്കെ പറയുന്ന ആ ഒരു ഭാഗം, അതുപോലെ ട്രാൻസ്ജീനിക് ആനിമൽസ്. ഇത്രയും കാര്യങ്ങളാണ് ആപ്ലിക്കേഷൻ ഓഫ് ബയോടെക്നോളജി ഇൻ ഹെൽത്ത് ആൻഡ് അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അടുത്തത് എക്കോളജി ആൻഡ് എൻവയോൺമെന്റ് ആണ്. 1 മാർക്കിന്റെ ചോദ്യമാണ് അവിടെ നിന്ന് വരുന്നത് കേട്ടോ. അപ്പൊ അവിടെ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ ആ ഒരു മൊഡ്യൂളിൽ നമുക്ക് എക്കോളജിക്കൽ അഡാപ്റ്റേഷൻസ്, പോപ്പുലേഷൻ ഇന്ററാക്ഷൻസ് ഏതൊക്കെയാണ്, മ്യൂച്വലിസം ഉണ്ട്, കമൻസാലിസം ഉണ്ട്, പ്ലേഷൻ ഉണ്ട്, പാരസൈറ്റിസം ഉണ്ട്. അപ്പൊ ഇതെല്ലാം വിത്ത് എക്സാമ്പിൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ, എക്സാമ്പിൾസ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സ്, അതിൽ ഗ്രോത്ത്, ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ് തുടങ്ങിയ കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അടുത്ത ഇക്കോസിസ്റ്റത്തിൽ നമ്മൾ ഇക്കോസിസ്റ്റം കോമ്പോണൻസ്, അതിന്റെ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഡീകമ്പോസിഷൻ, എനർജി ഫ്ലോ, പിരമിഡ്സ് ഓഫ് നമ്പർ, ബയോമാസ് ആൻഡ് എനർജി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അവിടെ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഓക്കെ, അടുത്തത് ഡൈവേഴ്സിറ്റി ഇൻ ലിവിംഗ് വേൾഡ് ആണ്. ടോട്ടൽ 1 മാർക്കിന്റെ ചോദ്യമാണ് അവിടെ നിന്ന് വരുന്നത്. ഡൈവേഴ്സിറ്റി ഇൻ ലിവിംഗ് വേൾഡ് നമ്മൾ പഠിക്കേണ്ടത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, ലൈക്കൺസ്, വൈറസ്, വൈറോയിഡ്സ്, പ്രിയോൺസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അവിടെ പഠിക്കേണ്ടത്. അടുത്തത് പ്ലാൻ കിങ്ഡം ആണ്. പ്ലാൻ കിങ്ഡത്തിൽ നമ്മൾ സാലിയൻ ഫീച്ചേഴ്സ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ഇൻ ടു മേജർ ഗ്രൂപ്പ്സ്. ഓക്കെ, ആൽഗെ, ബ്രയോഫൈറ്റ്സ് ഉണ്ട്, ടെറിഡോഫൈറ്റ്സ് ഉണ്ട്. ടെറിഡോഫൈറ്റ്സിൽ ഹെട്രോസ്കോപ്പി, സീഡ് ഹാബിറ്റ് തുടങ്ങിയ കാര്യങ്ങൾ,
ജിംനോസ്പേം ഉണ്ട്, ആൻജിയോസ്പേം ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കുക. സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ പ്ലാന്റ്സ് ആണ്. ടോട്ടൽ 1 മാർക്കിന്റെ ചോദ്യമാണ്. അവിടെ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ മോർഫോളജി, അതിൽ നമ്മൾ എന്താ പഠിക്കേണ്ടത്? ഡിഫറെന്റ് പാർട്സ് ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, അതിൽ റൂട്ട്, ലീഫ് ഇനേഷൻ, ഫിലോടാക്സി തുടങ്ങിയ കാര്യങ്ങൾ, ഇൻഫ്ലോറസെൻസ്, പിന്നെ ഇൻഫ്ലോറസെൻസിൽ നമ്മൾ സൈമോസും റെസിമോസും പഠിക്കണം. പിന്നെ ഈസ്റ്റുവേഷൻ, പ്ലാസന്റേഷൻ, സീഡ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്തത് ഈ ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ ടിഷ്യൂ സിസ്റ്റം, അതിൽ വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം, റേഡിയൽ, കൺജോയിന്റ്, ഓപ്പൺ, ക്ലോസ്ഡ് വാസ്കുലർ ബണ്ടിൽസ്, ഇത്രയും കാര്യങ്ങളാണ് അവിടെ പഠിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അടുത്തത് സെൽ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ. ഇതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്, സെൽ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സെൽ തിയറി ആൻഡ് സെൽ ആസ് ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. നമ്മൾ മനസ്സിലാക്കേണ്ട ടോപ്പിക്സ്: സെൽ ഓർഗനൽസ്, എൻഡോമെംബ്രെയിൻ സിസ്റ്റം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി ബോഡീസ്, ലൈസോസോം, വാക്യൂൾസ്, മൈറ്റോകോൺട്രിയ, റൈബോസോംസ്, പ്ലാസ്റ്റിഡ്സ്, ഇത്രയും കാര്യങ്ങളാണ്. ഇനി അടുത്ത സെൽ ഡിവിഷൻ. സെൽ ഡിവിഷനിൽ നമ്മൾ സെൽ സൈക്കിള്, മൈറ്റോസിസ്, മിയോസിസ്, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്തത് പ്ലാന്റ് ഫിസിയോളജി ആണ്. പ്ലാന്റ് ഫിസിയോളജി ടോട്ടൽ 2 മാർക്കിന്റെ ചോദ്യം. അവിടെ ഫോട്ടോസിന്തസിസ്, അതാണ് ഫസ്റ്റ് ടോപ്പിക്. ഫോട്ടോസിന്തസിസിൽ സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. അടുത്തത് ഫോട്ടോ റെസ്പിറേഷൻ ഇൻ പിന്നെ C3 ആൻഡ് C4 പാത്വേസ്, ഇത്രയുമാണ് മനസ്സിലാക്കേണ്ടത്. അടുത്തത് റെസ്പിറേഷൻ ആണ്. റെസ്പിറേഷനിൽ സെല്ലുലാർ റെസ്പിറേഷൻ, അതിൽ ഗ്ലൈക്കോളിസിസ്, ഫെർമെന്റേഷൻ അനേറോബിക് ആണ്. അതുപോലെ TCA സൈക്കിൾ, റെസ്പിറേറ്ററി കോഷ്യൻ, ഇത്രയും കാര്യങ്ങളാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത ടോപ്പിക് പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്, അതിൽ ഓക്സിൻ ഉണ്ട്, ഗിബർലീൻസ് ഉണ്ട്, സൈറ്റോകൈനിൻസ് ഉണ്ട്, എഥലീൻ ഉണ്ട്, ABA ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗങ്ങൾ. അപ്പൊ ഇതോടെ ബോട്ടണിയിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്തത് സുവോളജിയാണ്. അടുത്ത പാർട്ട് സുവോളജിയാണ്. സുവോളജിയിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം റീപ്രൊഡക്ഷനിൽ നിന്നും 1 മാർക്കിനാണ് ചോദ്യങ്ങൾ പഠിക്കാനുള്ളത്. അപ്പോൾ 1 മാർക്കിന്റെ ചോദ്യം ചോദിക്കുന്നതിൽ ഫസ്റ്റ് ടോപ്പിക് നമ്മുടെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ആണ്. ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ നമ്മൾ പഠിക്കേണ്ടത് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്ഷൻ സിസ്റ്റം അറിഞ്ഞിരിക്കാം. ഓക്കെ, ഗാമറ്റോജെനസിസ്, സ്പെർമാറ്റോജെനസിസ്, oogenesis, fertilization, embryo development up to blastocyst formation, implantation, hormones of placenta, parturition, lactation. ഇത്രയും കാര്യങ്ങളാണ് ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ നമ്മൾ പഠിക്കേണ്ടത്. അടുത്തത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആണ്. അപ്പോൾ ഇത് രണ്ടിൽ നിന്നുമാണ് 1 മാർക്കിന്റെ ചോദ്യം ചോദിക്കുന്നത്. റീപ്രൊഡക്ഷന്റെ സബ് ടോപ്പിക്സ് ആണ് ഇവര്. അപ്പോൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് STDs, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്, അതുപോലെ ബർത്ത് കൺട്രോൾ മെത്തേഡ്സ്, അതിൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഉണ്ട്, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ഉണ്ട്, MTP. അപ്പൊ കോൺട്രാസെപ്ഷനിൽ തന്നെ പല രീതിയുണ്ട്, അത് എല്ലാം പഠിക്കണം. പിന്നെ ആംനിയോസെന്റസിസ് എന്താണ്, ഇൻഫെർട്ടിലിറ്റി ആൻഡ് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്, അതിൽ IVF അല്ലെങ്കിൽ സ്വിഫ്റ്റ്, ഗിഫ്റ്റ്, AI, ICSI, പിന്നെ സറോഗസി, ഇത്രയും കാര്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി അടുത്തത് ജെനറ്റിക്സ് ആൻഡ് ഇവല്യൂഷൻ ആണ് നമ്മുടെ അടുത്ത ടോപ്പിക്. അപ്പോൾ ആ ടോപ്പിക്കിൽ സബ് ടോപ്പിക്സ് ആയിട്ട് വരുന്നത് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ ആണ്. അതില് മെന്റലിയൻ ഇൻഹെറിറ്റൻസ്, ഡീവിയേഷൻ ഫ്രം മെന്റലിസം, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, കോഡോമിനൻസ്, മൾട്ടിപ്പിൾ അലൈൽസ് ആൻഡ് ഇൻഹെറിറ്റൻസ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പ്സ്, പോളിജനിക് ഇൻഹെറിറ്റൻസ്, അതുപോലെ സെക്സ് ഡിറ്റർമിനേഷന് ഹ്യൂമൻസില്, ബേർഡ്സില്, ഹണിബിയില് എങ്ങനെയാണ്, അതുപോലെ ക്രോമസോമൽ ഡിസോർഡേഴ്സ് ഇൻ ഹ്യൂമൻ, ഡൗൺ സിൻഡ്രം, ടേണേഴ്സ് ആൻഡ് ക്ലിൻഫ്ലിറ്റേഴ്സ് സിൻഡ്രം, ഇത്രയും കാര്യങ്ങൾ നമ്മൾ അവിടെ അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്തത് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് അടുത്ത അതിന്റെ സബ് ടോപ്പിക്. ഓക്കെ, ജനറ്റിക് ആൻഡ് ഇവല്യൂഷനില്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് സ്ട്രക്ചർ ഓഫ് DNA ആൻഡ് RNA, DNA packaging, DNA replication, central dogma, transcription, genetic code, translation, gene expression and regulation, lac operon and human genome project, DNA fingerprinting. ഇത്രയും ടോപ്പിക്സ് ആണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ അവിടെ നമ്മൾ പഠിക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. അഞ്ചാമത്തെ ടോപ്പിക് എവല്യൂഷൻ ആണ്. എവല്യൂഷനിൽ ഒറിജിൻ ഓഫ് ലൈഫ്, ബയോളജിക്കൽ എവല്യൂഷൻ ആൻഡ് എവിഡൻസസ് ഓഫ് ബയോളജിക്കൽ എവല്യൂഷൻ. ഓക്കെ, അതില്
നമ്മൾ പാലിയന്റോളജിക്കലും കമ്പാരിറ്റീവ് അനാറ്റമിയും മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ ഹാഡി വെയിൻസ്ബർഗ് പ്രിൻസിപ്പിൾ, അഡാപ്റ്റീവ് റേഡിയേഷൻ, ഹ്യൂമൻ എവല്യൂഷൻ, ഇത്രയും കാര്യങ്ങളാണ് അവിടെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അടുത്തത് ബയോളജി ആൻഡ് ഹ്യൂമൻ വെൽഫെയർ ആണ് അടുത്ത ടോപ്പിക്. ഓക്കെ, അപ്പൊ ബയോളജി ആൻഡ് ഹ്യൂമൻ വെൽഫെയർ വീണ്ടും 1 മാർക്കിന്റെ ചോദ്യമാണ്. അവിടെ നമ്മൾ പഠിക്കേണ്ടത് ഹെൽത്ത് ആൻഡ് ഡിസീസ് ആണ്. ഓക്കെ, അതിൽ പാത്തോജൻസ്, പാരസൈറ്റ് കോസിംഗ് ഹ്യൂമൻ ഡിസീസസ് ലൈക്ക് മലേറിയ, ഫൈലേറിയാസിസ്, അസ്കാരിയാസിസ്, ടൈഫോയിഡ്, ന്യൂമോണിയ, കോമൺ കോൾഡ്, അമീബിയാസിസ്, റിംഗ്വോം, ഇത്രയും അസുഖങ്ങൾ. അതുപോലെ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് ഇമ്മ്യൂണോളജി, വാക്സിൻ, പിന്നെ ക്യാൻസർ, HIV ആൻഡ് എയ്ഡ്സ്, ഇത്രയും ടോപ്പിക്സ് ആണ് അവിടെ നമ്മൾ കവർ ചെയ്യേണ്ടതായിട്ടുള്ളത്. അടുത്ത ടോപ്പിക് മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ ആണ്. മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയറിൽ ഇൻ ഹൗസ് ഹോൾഡ് ഫുഡ് പ്രോസസിംഗ്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, ആസ് എ ബയോ കൺട്രോൾ ഏജന്റ് ആൻഡ് ബയോ ഫെർട്ടിലൈസർ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ഇക്കോളജി ആൻഡ് എൻവയോൺമെന്റ് പ്ലാൻസ് ആണ്. അപ്പോ അതില് നമ്മൾ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അതിൽ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ, ഹോട്ട്സ്പോട്ട്, എൻഡേഞ്ചേർഡ് ഓർഗാനിസം, എക്സ്റ്റിൻഷൻ, റെഡ് ഡേറ്റ ബുക്ക്, ബയോസ്ഫിയർ റിസർവ്സ്, നാഷണൽ പാർക്സ്, സാഞ്ചുറീസ്, ഇത്രയും കാര്യങ്ങളാണ് അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് ഡൈവേഴ്സിറ്റി ഇൻ ലിവിംഗ് വേൾഡ് ആണ്. 1 മാർക്കിന്റെ ചോദ്യമാണ് ആ ഒരു ടോപ്പിക്കിൽ നിന്നും നമുക്ക് വരുന്നത്. അവിടെ വാട്ട് ഈസ് ലിവിംഗ് എന്ന ടോപ്പിക്കിൽ നമ്മൾ പഠിക്കേണ്ടത് ടാക്സോണമിക്കൽ ഹെറാർക്കി, ബൈനോമിയൽ നോമൻക്ലേച്ചർ, ഓക്കെ, നമ്മുടെ സ്പീഷീസും ജീനസും അതൊക്കെ വെച്ചിട്ടുള്ള ബൈനോമിയൽ നോമൻക്ലേച്ചർ സിസ്റ്റം, അതുപോലെ ടൂൾസ് ഫോർ സ്റ്റഡി ഓഫ് ടാക്സോണമി, മ്യൂസിയം, സൂസ്, ഹെർബേരിയ, ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നിവയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്തത് അനിമൽ കിങ്ഡം ആണ്. അനിമൽ കിങ്ഡത്തില് സാലിയൻ ഫീച്ചേഴ്സ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് അനിമൽസ്, നോൺ കോഡേറ്റ അപ് ടു ഫൈല ലെവൽ ആൻഡ് കോഡേറ്റ് അപ് ടു ക്ലാസ് ലെവൽ. ഓക്കെ, നോൺ കോഡേറ്റ് ഫൈല വരെയും അതുപോലെ കോഡേറ്റുകൾ ക്ലാസ് വരെ, അതിന്റെ റെസ്പെക്റ്റീവ് ക്ലാസ്സുകൾ വരെയും പഠിക്കണം. ഓക്കെ, അതിന്റെ സാലിയന്റ് ഫീച്ചേഴ്സും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അതിന്റെ എക്സാമ്പിൾസും ആണ്. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അപ്പൊ ആ എക്സാമ്പിൾ എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ആ എക്സാമ്പിൾസിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, അടുത്ത ടോപ്പിക് സെൽ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ആണ്. ടോട്ടൽ 1 മാർക്കിന്റെ ചോദ്യം. അപ്പൊ അവിടെ നമ്മൾ പഠിക്കേണ്ടത് കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ലിവിംഗ് സെൽസ് ആണ്, അല്ലെങ്കിൽ ബയോമോളിക്യൂൾസ്. അതിൽ എൻസൈംസ്, അതിന്റെ ടൈപ്സ്, പ്രോപ്പർട്ടീസ്, എൻസൈം ആക്ഷൻസ് തുടങ്ങിയ കാര്യങ്ങൾ. അടുത്തത് ഹ്യൂമൻ ഫിസിയോളജി ആണ്. ഓക്കെ, ഹ്യൂമൻ ഫിസിയോളജി ടോട്ടൽ 3 മാർക്ക്. 3 മാർക്കിനുണ്ടെങ്കിൽ അത്രയധികം ടോപ്പിക്സ് ഹ്യൂമൻ ഫിസിയോളജിയിലുണ്ട്. ഓരോ ഇതായിട്ട് പഠിക്കാം. ഓക്കെ, ഹ്യൂമൻ ഫിസിയോളജിയിൽ നമ്മുടെ ശരീരത്തിലെ ഓരോ സിസ്റ്റം ആയിട്ട് പഠിക്കാം. അതിന്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള എന്തൊക്കെയാണ്? ബ്രീത്തിങ് ആൻഡ് റെസ്പിറേഷൻ. ഓക്കെ, നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം. റെസ്പിറേറ്ററി സിസ്റ്റത്തില് മെക്കാനിസം ഓഫ് ബ്രീത്തിങ് ആൻഡ് ഇറ്റ്സ് റെഗുലേഷൻ ഇൻ ഹ്യൂമൻസ്, എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, transport of gases and regulation of respiration, respiratory volume, disorders related to respiration, asthma, emphysema, occupational respiratory disorders. ഇത്രയും കാര്യങ്ങളാണ് അവിടെ അറിഞ്ഞിരിക്കേണ്ടത്. രണ്ടാമത്തത് സർക്കുലേറ്ററി സിസ്റ്റം ആണ്. ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ. അവിടെ നമ്മൾ കമ്പോസിഷൻ ഓഫ് ബ്ലഡ്, ബ്ലഡ് ഗ്രൂപ്പ്സ്, കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ്, ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം, സ്ട്രക്ചർ ഓഫ് ഹ്യൂമൻ ഹാർട്ട്, കാർഡിയാക് സൈക്കിൾ, കാർഡിയാക് ഔട്ട്പുട്ട്, ECG, ECGയില് ഡിസോർഡേഴ്സ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം. അതിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, കൊറോണറി ആർട്ടറി ഡിസീസ്, കാഡ് ഉണ്ട്, അതുപോലെ ആൻജിന പെക്ടോറിസിസ് ഉണ്ട്, ഹാർട്ട് ഫെയിലിയർ ഉണ്ട്. ഇത്രയും അറിഞ്ഞിരിക്കുക. അടുത്തത് എക്സ്ക്രീറ്ററി സിസ്റ്റം ആണ്. നമ്മുടെ ശരീരത്തിലെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിനെ പറ്റി അറിഞ്ഞിരിക്കുക. ആ എക്സ്ക്രീറ്ററി സിസ്റ്റത്തില് നമുക്ക് മോഡ് ഓഫ് എക്സ്ക്രീഷൻ, അതിൽ അമോണോടെലിസം ഉണ്ട്, യൂറിയോടെലിസം ഉണ്ട്, യൂറിക്കോടെലിസം ഉണ്ട്, പിന്നെ ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം. ഓക്കെ, അതിന്റെ സ്ട്രക്ചർ അറിഞ്ഞിരിക്കുക, ഫങ്ഷൻസ് അറിഞ്ഞിരിക്കുക. റെഗുലേഷൻ ഓഫ് കിഡ്നി ഫങ്ഷൻസ്. ഓക്കെ, റെനിൻ, ആൻജിയോടെൻസിൻ, നാട്രിയൂററ്റിക് ഫാക്ടർ, ADH, ഡിസോർഡേഴ്സിൽ യുറീമിയ, റീനൽ ഫെയിലിയർ, റീനൽ കാൽക്കുലൈ, നെഫ്രൈറ്റിസ്, ഡയാലിസിസ് ആൻഡ് ആർട്ടിഫിഷ്യൽ കിഡ്നി. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്തത് ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് ആണ്, നമ്മുടെ മസ്കുലാർ സിസ്റ്റം. ഓക്കെ, മസ്കുലാർ സിസ്റ്റവും സ്കെലറ്റൽ സിസ്റ്റവും ഒരുമിച്ചാണ് വരുന്നത്. അപ്പൊ അതില് നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്സ് സ്കെലറ്റൽ മസിൽസ്. ഓക്കെ, സ്കെലറ്റൽ മസിൽസിൽ കോൺട്രാക്റ്റൈൽ പ്രോട്ടീൻസ് ആൻഡ് മസിൽ കോൺട്രാക്ഷൻ, ജോയിന്റ് ഡിസോർഡേഴ്സ് ഓഫ് മസ്കുലാർ ആൻഡ് സ്കെലറ്റൽ സിസ്റ്റം, മയാസ്റ്റീനിയ ഗ്രേവിസ്, ടെറ്റനി, മസ്കുലർ ഡിസ്ട്രോഫി, ആർത്രൈറ്റിസ്, ഓസ്റ്റിയോപോറസിസ്, ഗൗട്ട്. ഇത്രയും കാര്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞിരിക്കുക.
അടുത്തത് ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ആണ് അടുത്ത ടോപ്പിക്. ഓക്കെ, ന്യൂറൽ കൺട്രോൾ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ പറ്റിയാണ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പൊ നെർവസ് സിസ്റ്റത്തില് ന്യൂറോൺസ് ആൻഡ് നെർവസ് സിസ്റ്റം ഇൻ ഹ്യൂമൻസ്, സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം ആൻഡ് വിസറൽ നെർവസ് സിസ്റ്റം, ജനറേഷൻ ആൻഡ് കണ്ടക്ഷൻ ഓഫ് നെർവ് ഇമ്പൾസ്, ഇത്രയും കാര്യങ്ങളാണ് അവിടെ നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, ജനറേഷൻ ആൻഡ് കണ്ടക്ഷൻ ഓഫ് നെർവ് ഇമ്പൾസ് വരെ. അതിനുശേഷം അടുത്തത് കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് റെഗുലേഷൻ ആണ്. ഓക്കെ, നമ്മുടെ ശരീരത്തിലെ ഹോർമോൺസിനെ പറ്റിയും മറ്റും പഠിക്കുന്ന ആ ഒരു സിസ്റ്റം. അപ്പോ ഹ്യൂമൻ എൻഡോക്രൈൻ സിസ്റ്റത്തില് ഹൈപ്പോതലാമസ്, അതുപോലെ പിറ്റ്യൂട്ടറി, പീനിയൽ ഗ്ലാൻഡ്, തൈറോയിഡ്, പാരാതൈറോയിഡ്, അഡ്രീനൽ, പാൻക്രിയാസ്, ഗൊണാഡ്സ്, അതുപോലെ കോമൺ ഡിസോർഡേഴ്സ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഡ്വാർഫിസം, എഗ്രോമെഗലി, ക്രെറ്റിനിസം, ഗോയിറ്റർ, എക്സോതാൽമിക് ഗോയിറ്റർ, ഡയബറ്റീസ്, എഡിസൺ ഡിസീസ്, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക് മാത്തമാറ്റിക്സ് ആണ്. അപ്പോൾ സുവോളജി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സുവോളജിയും ബോട്ടണിയും അങ്ങനെ ബയോളജി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഫിസിക്സ് ആയി, കെമിസ്ട്രി ആയി, ബയോളജി ആയി. ഇനി നമുക്കുള്ളത് മാത്തമാറ്റിക്സ് ആണ്. മാത്തമാറ്റിക്സിൽ എന്തൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് എന്ന് നമുക്ക് നോക്കിയാലോ. അപ്പൊ മാത്തമാറ്റിക്സിൽ ശ്രദ്ധിക്കുക, ഒന്നാമത്തെ ടോപ്പിക് സെറ്റ്സ് ആണ്. ഓക്കെ, സെറ്റ്സ്, അതില് സെറ്റ്സിന്റെ യൂണിയൻ, ഇന്റർസെക്ഷൻ, കോംപ്ലിമെന്റ് ആൻഡ് ഡിഫറെന്റ് സെറ്റ്സ്. ഓക്കെ, 4 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് 4 മാർക്കിന്. അപ്പൊ സെറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 4 മാർക്കാണ് അതിന്റെ വെയിറ്റേജ്. 20 മാർക്കിൽ 4 മാർക്ക് നമുക്ക് സെറ്റിൽ നിന്നാണ് കിട്ടുന്നത്. അടുത്തത് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ. ഓക്കെ, ആ ഒരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത് പെർമ്യൂട്ടേഷൻ ഓഫ് n ഡിഫറെന്റ് ഒബ്ജക്ട്സ് ടേക്കൺ ആർ അറ്റ് എ ടൈം, കോമ്പിനേഷൻ ഓഫ് n ഡിഫറെന്റ് ഒബ്ജക്ട്സ് ടേക്കൺ ആർ അറ്റ് എ ടൈം. ഓക്കെ, എന്നിവ 2 മാർക്കിന്റെ ചോദ്യമാണ് അവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്നത്. 2 ചോദ്യങ്ങൾ അവിടെ നിന്ന് വരും. അടുത്തത് ഡിഫറൻഷ്യബിലിറ്റി ആൻഡ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിൽ ഡെറിവേറ്റീവ് ഓഫ് ഡിഫറെന്റ് ഫംഗ്ഷൻസ് അറിഞ്ഞിരിക്കുക. അതുപോലെ ടാൻജൻസ് ആൻഡ് നോർമൽസ്, ആ ഒരു ടോപ്പിക് പഠിച്ചിരിക്കുക. ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻസ്, ആ ഒരു ടോപ്പിക്കും പഠിച്ചിരിക്കുക. അപ്പൊ 3 സബ് ടോപ്പിക് ഉണ്ട്, 3 മാർക്കിന്റെ 3 ചോദ്യങ്ങൾ. ഓക്കെ, 3 മാർക്കിന് മീൻസ് 3 ചോദ്യങ്ങൾ. അപ്പൊ ഓരോന്നിനും ഓരോ മാർക്ക് വെച്ചിട്ട് 3 മാർക്കിന് ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കണം. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ആണ്. ആ പ്രോബബിലിറ്റി ഓഫ് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണ് 1 മാർക്കിന്റെ ഒരു ചോദ്യം. അടുത്തത് ബൈനോമിയൽ തിയറം. നമ്മുടെ അടുത്ത ടോപ്പിക് ബൈനോമിയൽ തിയറം ആണ്. അപ്പൊ അവിടെ ജനറൽ ആൻഡ് മിഡിൽ ടേംസ് ഓഫ് ദ എക്സ്പ്രഷൻ a+n അത് ആണ് നമ്മൾ പഠിക്കേണ്ടത്. 2 ചോദ്യങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് 2 മാർക്കിന്റെ. അടുത്തത് സീക്വൻസ് ആൻഡ് സീരീസസ് ആണ്. അതിൽ നമ്മൾ nth ടേം കണ്ടുപിടിക്കാൻ അറിഞ്ഞിരിക്കുക. സം ഓഫ് n ടേംസ് ഓഫ് GP, അതുപോലെ നമ്പർ ഓഫ് ടേംസ് ഓഫ് GP, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, 3 ചോദ്യങ്ങളാണ് ഇവിടെ നിന്ന് വരുന്നത്. 3 മാർക്കിന്റെ 3 മാർക്ക് ആകെ. 3 ചോദ്യങ്ങൾക്ക് കൂടെ 3 മാർക്ക്, ഓരോന്നിനും ഓരോ മാർക്ക് വീതം. അടുത്തത് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ആണ്. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിലെ ഇൻവേഴ്സ് ഓഫ് ഫംഗ്ഷൻസ്, കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ്, ഇത്രയുമാണ് 2 ചോദ്യങ്ങൾ വരും. 2നും കൂടെ 2 മാർക്ക്. അടുത്ത മെട്രിക്സസ് ആൻഡ് ഡിറ്റർമിനൻസ്, അതിൽ അഡ്ജോയിന്റ് ആൻഡ് ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ്, ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്, ഇത്രയാണ് ടോപ്പിക്. 3 ക്വസ്റ്റ്യൻസ് ആണ് അവിടെ നിന്ന് വരുന്നത് മെട്രിക്സിൽ നിന്നും. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് മെട്രിക്സും ഡിറ്റർമിനൻസും. 3 ചോദ്യങ്ങൾ വരും. അപ്പോ അവിടെ നിന്ന് 3 മാർക്ക് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നത് ബേസിക് ഡയറി സയൻസ് ആണ്. അപ്പൊ നമുക്ക് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇത്രയും കഴിഞ്ഞു. 80 മാർക്കിനുള്ള കാര്യങ്ങൾ കവറായി. ഇനി അടുത്തത് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡയറി സയൻസിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതിന് ഒന്നാമത്തെ മൊഡ്യൂള് 2 മാർക്കിനാണ് ആ മൊഡ്യൂളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നത്. ഒന്നാമത്തെ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത് ഡയറി ഡെവലപ്മെന്റ് ആൻഡ് കോപ്പറേറ്റീവ് സിസ്റ്റം, ഓവർവ്യൂ ഓഫ് ഡയറി ഇൻഡസ്ട്രി ഇൻ കേരള, ഹിസ്റ്ററി ഓഫ് ഡയറി ഡെവലപ്മെന്റ് ഇന്ത്യ ആൻഡ് കേരള, ഓപ്പറേഷൻ ഫ്ലഡ്, NDDB, മിൽമ, ഇത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇനി രണ്ടാമത്തേല് മിൽക്ക് പ്രൊഡക്ഷൻ, അതിന്റെ ക്ലാസിഫിക്കേഷൻ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡയറി ആനിമൽ ബ്രീഡ്സ്, അതുപോലെ ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷൻ, ഡയറി ഫാമിംഗ് പ്രാക്ടീസസ് ആൻഡ് മാനേജ്മെന്റ്, ഫീഡ് ഫോർമുലേഷൻ ആൻഡ് റേഷനിങ് ഓഫ് ഡയറി ആനിമൽസ്, ഫോഡർ, കാറ്റിൽ ഡിസീസ്, ഇത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇനി മൂന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് മിൽക്ക് പ്രോസസിംഗ് ആൻഡ് പ്രിസർവേഷൻ ആണ്. അവിടെ റോ മിൽക്ക് ക്വാളിറ്റി അസസ്മെന്റ് ആൻഡ് ഗ്രേഡിംഗ്, പ്രൈസിംഗ്, മാർക്കറ്റ് മിൽക്ക്, പ്രിൻസിപ്പിൾസ് ഓഫ് മിൽക്ക് പ്രോസസിംഗ്, പാസ്ചൂറിഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ ടെക്നിക്സ്, homogenization and standardization of milk, milk preservation methods,
റെഫ്രിജറേഷൻ ആൻഡ് ഫെർമെന്റേഷൻ. ഇത്രയുമാണ് നമ്മൾ അവിടെ പഠിക്കേണ്ടതായിട്ടുള്ള ടോപ്പിക്. ഇനി 4ാമത്തെ മൊഡ്യൂളില് അപ്പോ ഈ 2ഉം 3ഉം മൊഡ്യൂൾസ് 5 മാർക്കിന്റെ വെയിറ്റേജ് ആണ് ഉള്ളത്. ഓക്കെ, 2ാമത്തെയും 3ാമത്തെയും മൊഡ്യൂൾസിന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ടോട്ടൽ വെയിറ്റേജ് എന്ന് പറയുന്നത് 5 മാർക്കാണ്. അപ്പോൾ നല്ല വെയിറ്റേജ് ഉള്ള 2 മൊഡ്യൂൾസ് ആണ് 2ാമത്തെയും 3ാമത്തെയും മൊഡ്യൂൾസ്. അത് കഴിഞ്ഞ് വരുന്ന 2 മൊഡ്യൂൾസ് 4 മാർക്കിന്റെ വെയിറ്റേജ് ആണ് ഉള്ളത്. അതിൽ 4ാമത്തെ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കേണ്ടത് ഡയറി പ്രോഡക്റ്റ് ടെക്നോളജി, അതിൽ ഫാറ്റ് റിച്ച് പ്രോഡക്റ്റ്, ഫെർമെന്റഡ് മിൽക്ക് പ്രോഡക്റ്റ്, ഐസ്ക്രീം ആൻഡ് ഫ്രോസൺ ഡെസേർട്ട്, ട്രഡീഷണൽ ഡയറി പ്രോഡക്ട്സ്, സിറിയൽ ബേസ്ഡ് മിൽക്ക് പ്രോഡക്ട്സ്, ഡ്രൈഡ് മിൽക്ക് പ്രോഡക്ട്സ്, ചീസ്. ഇത്രയും കാര്യങ്ങളാണ് അവിടെ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, 5ാമത്തെ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കേണ്ടത് ക്വാളിറ്റി കൺട്രോൾ ആൻഡ് സേഫ്റ്റി ഇൻ ഡയറി ഇൻഡസ്ട്രി ആണ്. ഓക്കെ, അവിടെ ഫിസിക്കോ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മിൽക്ക്, ക്വാളിറ്റി കൺട്രോൾ ഓഫ് റോ മിൽക്ക് ആൻഡ് ഡയറി പ്രോഡക്ട്സ്, ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ആൻഡ് റെഗുലേഷൻ ഇൻ ദ ഡയറി ഇൻഡസ്ട്രി, ഹൈജീൻ ആൻഡ് സാനിറ്റൈസേഷൻ, പ്രാക്ടീസ് ഇൻ മിൽക്ക് പ്രോസസിംഗ് പ്ലാന്റ്സ്. ഇത്രയുമാണ് അവിടെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള ടോപ്പിക്. അപ്പോൾ ഇങ്ങനെ 5 ഭാഗങ്ങളിൽ നിന്നായി ആകെ 100 മാർക്കിന്റെ ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഒരു എക്സാമിന് പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസ് അനാലിസിസ് ആണ് നമ്മളിപ്പോ കഴിഞ്ഞത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അത് പല 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 മേഖലകളിൽ നിന്നാണ് പഠിക്കാനായിട്ടുള്ളത്. ഓരോ മോഡ്യൂൾസും ഡിഫറെന്റ് ആയിട്ടുള്ള മോഡ്യൂൾസ് ആണ്. ഓക്കെ, അപ്പോ അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉള്ള ഒരു സിലബസ് കൂടിയാണ്. ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നമുക്ക് വളരെ നേരത്തെ ഇതിന്റെ പ്രിപ്പറേഷൻ തുടങ്ങാനും, അപ്പോൾ വളരെ നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് എഫക്റ്റീവ് ആയിട്ട് നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനും ഉയർന്ന റാങ്കിലേക്ക് എത്താനും സാധിക്കും. അത്തരത്തില് ഡയറി ഫാം ഇൻസ്ട്രക്ടർ കോഴ്സ് എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് HPSC ഒരു ലോങ് ടേം ഫോക്കസ്ഡ് ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബാച്ചിന്റെ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്ന് പറയുന്നത് മുൻവർഷങ്ങളിലെ വിജയികളെ സൃഷ്ടിച്ചിട്ടുള്ള പ്രതിവിദഗ്ധരായ അധ്യാപകരാണ് ക്ലാസ്സുകൾ നയിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ക്ലാസ്സുകൾ ലൈവ് സെഷൻസ് ആയും റെക്കോർഡഡ് സെഷൻസ് ആയും നിങ്ങൾക്ക് HPSCയുടെ ഒഫീഷ്യൽ ആപ്പ് വഴി ലഭിക്കും. ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനുമുള്ള അവസരങ്ങൾ എക്സാം തീയതി വരെയും ലഭ്യമാകും. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാണോ നിങ്ങൾക്ക് എക്സാം ഡേറ്റ് വരെയും നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനുമുള്ള അവസരങ്ങൾ ഉണ്ടാവും. അതുപോലെ കംപ്ലീറ്റ് ആയിട്ടുള്ള നോട്ട്സ്, ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് PDF ഫോർമാറ്റിൽ, ഡൗൺലോഡബിൾ ആയിട്ടുള്ള PDF ഫോർമാറ്റിൽ അവൈലബിൾ ആയിക്കൊണ്ടിരിക്കും. ടോപ്പിക് വൈസ് എക്സാമുകൾ എഴുതാൻ സാധിക്കും. ഫീഡ്ബാക്കോട് കൂടിയ ടോപ്പിക് വൈസ് എക്സാമുകൾ, ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനോട് കൂടിയ. അതുപോലെ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനുള്ള അവസരങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ. അപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ഈ ടെസ്റ്റ് സീരീസുകളുടെയും മോക്ക് ടെസ്റ്റുകളുടെയും ഒക്കെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ആണെന്ന് ഞാൻ ഇനി പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പൊ അതിനെല്ലാമുള്ള അവസരങ്ങളും ഉണ്ടായിരിക്കും. ഈ ഒരു എൻറ്റയർ കോഴ്സിന്റെയും വാലിഡിറ്റി എന്ന് പറയുന്നത് എക്സാം തീയതി വരെ ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളും നിങ്ങൾക്ക് എക്സാം എന്നാണോ ആ ഡേറ്റ് വരെയും ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്കും ഈ ഒരു കോഴ്സിലേക്ക് അഡ്മിഷൻ നേടാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കും സ്ക്രീനിന്റെ താഴെയുള്ള നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും HPSCയുടെ വിജയാശംസകളും അറിയിക്കുകയാണ്. താങ്ക് യു.